ആദ്യ മത്സരം വിജയിച്ചത് ലെജൻസ് ആണ്. പരമ്പര സാധ്യത നിലനിർത്തണമെങ്കിൽ മാസ്റ്റേഴ്സിന് ഇന്ന് വിജയം അനിവാര്യമാണ്. എന്നാൽ ഈ മത്സരവും വിജയിച്ച് ആധികാരികമായി പരമ്പര നേടാനാണ് ലെജൻസ് ശ്രമിക്കുന്നത്. ആര് നേടും ഈ പരമ്പര, ആര് വിജയിക്കും ഈ മത്സരം, നമുക്ക് കാത്തിരിക്കാം. ശേഷിക്കുന്നത് പന്തുകൾ 24, വേണ്ടത് 55 റൺസ്. സ്ട്രൈക്കിൽ സുജു. സൈഫ് പന്തെറിയുന്നു. ആദ്യ ബോൾ സുജുവിന്റെ ബാറ്റിൽ നിന്ന് ലോങ് ഓഫിലേക്ക് ഒരു പട്ടിക്കൂറ്റൻ 6 നിർണായക സമയത്ത് നേടുന്നു മാസ്റ്റേഴ്സിന് വേണ്ടി. അവസാന ബോൾ വീണ്ടും അങ്ങ് ദൂരേക്ക് ഒരു 6 നേടുന്നു സാദിഖ് ലെജൻസിന് വേണ്ടി. നല്ലൊരു ബാറ്റിംഗ് ആണ് ഈ ഓവറിൽ, നല്ലൊരു സ്കോറിംഗ് ആണ് സാദിഖ് ലെജൻസിന് വേണ്ടി നടത്തിയത്. ഓഫ് സൈഡിൽ അതിശക്തമായ ഷോട്ടുകൾ വായിക്കുന്നൊരു താരമാണ് മുസ്തഫ. വീണ്ടും പറഞ്ഞു തീരും മുന്നൊരു പട്ടുകൂറ്റൻ 6 നേടുന്നു ഷാജി പാപ്പാനെതിരെ. ലക്ഷ്യം അതുകൊണ്ട് തന്നെ മുബാറക്കിന്റെ ബാറ്റിങ്ങിന് ചൂടറുന്നു. സൈഫ് ഫീൽഡറുണ്ട്, ചോരാത്ത കൈകളാണ്. സൈഫിനെ മറികടന്നുകൊണ്ട് നേരിട്ട് 4 പന്തുകളും 6ലേക്ക്. ആസിഫിനെതിരെ ലെജൻസിന്റെ ബാറ്റർ ആസിഫ് ഒരു കുട്ടും 6 നേടുന്നു. എന്തൊരു ഷോട്ട് ഇത്! ലെജൻസിന്റെ ലെജൻഡ് താരം. എന്നാൽ ഒട്ടും വിട്ടുകൊടുക്കാൻ മാസ്റ്റേഴ്സ് തയ്യാറല്ല. അടുത്ത പന്ത് ഇസാഖിനെതിരെ ലാരിഫ് ഒരു 6 നേടുന്നു ആദ്യ ഓവറിൽ തന്നെ. ടോസ് ലഭിച്ച് ലെജൻസ് ബാറ്റിംഗ് തിരഞ്ഞെടുത്തിരിക്കുന്നു. ലെജൻസിന് വേണ്ടി ഓപ്പൺ ചെയ്യുന്നു ലാരിഫ് ആൻഡ് ജിയാസ്. ആവേശകരമായ മത്സരമാണ്. ആദ്യ ബോൾ ഇസ്ഹാഖിന്റെ മനോഹരമായ ഒരു ബൗളിംഗ് മാസ്റ്റേഴ്സിന് വേണ്ടി. ഇന്നത്തെ മത്സരം രണ്ടാമത്തെ ബോൾ ലെഗ് സൈഡിലേക്ക് ഒരു ഷോട്ട്. പന്ത് ബൗണ്ടറി നേടുന്നു. ആദ്യ ഓവറിലെ മൂന്നാമത്തെ ബോൾ ഫീൽഡറുണ്ട്. മത്സരം കൂടി ലെജൻസ് ജയിച്ചാൽ ആധികാരിക വിജയത്തോടെ മുന്നേറാൻ കഴിയുമെന്നാൽ ഒട്ടും വിട്ടുകൊടുക്കാൻ മാസ്റ്റേഴ്സ് തയ്യാറല്ല. അടുത്ത പന്ത് ഇസാഖിനെതിരെ ലാരിഫ് ഒരു 6 നേടുന്നു ആദ്യ ഓവറിൽ തന്നെ. അടുത്ത ബോൾ വീണ്ടും ഒരു കൂറ്റൻ 6 നേടുന്നു ഇസാഖിനെതിരെ ആദ്യ ഓവറിൽ. തുടരെ 2 6 ലാരിഫിന്റെ ബാറ്റിൽ നിന്ന് ലെജൻസിന് വേണ്ടി. ഈ പന്തിൽ 6 നേടി ഹാട്രിക്ക് തകർക്കുമോ? ഓഫിലേക്ക് ഒരു ഷോട്ട്, പന്ത് ബൗണ്ടറിയിലേക്ക്. ലാരിഫ് അത്യുജ്വല ബാറ്റിംഗ്, 2 6കളും 2 4കളും നേടുന്നു ലെജൻസിന് വേണ്ടി. രണ്ടാമത്തെ ഓവർ മാസ്റ്റേഴ്സിന് വേണ്ടി ബൗൾ ചെയ്യാനെത്തുന്നു മുസ്തഫ. ലെജൻസിന് വേണ്ടി സ്ട്രൈക്കിൽ ജിയാസ്. ആദ്യ ഓവറിൽ വിക്കറ്റ് നഷ്ടം കൂടാതെ 20 റൺസ് നേടിയിരുന്നു. നല്ലൊരു ബൗളിംഗ്, ഒരു സിംഗിൾ റൺ മാത്രമാണ് നേടാൻ കഴിയുന്നത്. സ്ട്രൈക്കിലെത്തുന്നു ലാരിഫ്. ഒരു ഫുൾ ടോസ് ബോൾ ലെഗ് സൈഡിലോട്ട് ഒരു ഷോട്ട്, പന്ത് ബൗണ്ടറിയിലേക്ക്. ഫീൽഡറുണ്ട്, അഫ്സൽ ഫീൽഡ് ചെയ്യുന്നു. 2 റൺസ് ഓടി പൂർത്തിയാക്കുന്നു. വീണ്ടും സ്ട്രൈക്കിലെത്തുന്നു ലാരിഫ്. ബൗളിങ്ങിലൂടെ ബാറ്റർമാരുടെ വിക്കറ്റ് എടുക്കുന്ന ബൗളറാണ് മുസ്തഫ. അടുത്ത പന്ത് ഒരു ഡോട്ട് ബോൾ. 6 നേടുന്നു ലാരിഫ്. മുസ്തഫയുടെ പന്തില്ല. ലാരിഫ് എന്ന മികച്ച ഫോമിലാണ്. ലെജൻസിന് വേണ്ടി നല്ലൊരു ബാറ്റിംഗ്, ഒരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുന്നു അഭി. വീണ്ടും ഒരു ഫുൾ ടോസ് ബോൾ ലെഗ് സൈഡിലോട്ട്, പന്ത് ബൗണ്ടറിയിലേക്ക്. തുടരെ ബൗണ്ടറികൾ നേടുന്നു ലാരിഫ്. ഓവറിലെ അവസാന ബോൾ സ്ട്രൈക്കിൽ ലാരിഫ്. വീണ്ടും സെയിം ബോൾ സെയിം ഷോട്ട്, പക്ഷേ ഫീൽഡറുണ്ട്. ഒരു സിംഗിൾ ഓടി പൂർത്തിയാക്കുന്നു. ബൗൾ ചെയ്യുന്നു മൂന്നാമത്തെ ഓവർ സുജു. ആദ്യ ബോൾ ലാരിഫ്. സെറ്റിലോട്ട് ഒരു ഷോട്ട്, പന്ത് ബൗണ്ടറിയിലേക്ക്. ഫീൽഡറെ മറികടന്നുകൊണ്ട് നല്ലൊരു ഫോമിലാണെന്ന് ലാരിഫ്. ഒരു സിംഗിൾ മാത്രമാണ് നേടാൻ കഴിയുന്നത്. നല്ലൊരു ബൗളിംഗ് സുജു. ആവേശകരമായ മത്സരമാണ്. സ്ട്രൈക്കിൽ ജിയാസ്. സുജു നല്ലൊരു ബൗളിംഗ്, ഒരു ഡോട്ട് ബോൾ. വീണ്ടും ഒരു ഡോട്ട് ബോൾ. ഇന്ന് മാസ്റ്റേഴ്സിന് വിജയം അനിവാര്യമാണ്. പരമ്പര ഒരു കളി പരാജയപ്പെട്ട് പിന്നിലാണ്
ലെജൻസ് ഇന്ന് വിജയിച്ചു കഴിഞ്ഞാൽ 2-0 പരമ്പര ഉറപ്പിക്കും. ബെസ്റ്റ് ഓഫ് 3 മത്സരമാണ് നടക്കുന്നത്. അടുത്ത ബോൾ. ഓഹോ, ഒരു റിട്ടേൺ ക്യാച്ച് നഷ്ടമാകുന്നു. ഒരു റൺഔട്ടിന് സാധ്യതയുണ്ട്. രക്ഷപ്പെട്ടു പോകുന്നു ജിയാസ്. ഓവറിൽ അവസാന ബോൾ ഒഴിവാക്കി വിടുന്നു വീണ്ടും ജിയാസ്. സുജു നല്ല മനോഹരമായി മാസ്റ്റേഴ്സിന് വേണ്ടി പന്തെറിയുന്നു. ആദ്യ 2 ഓവറിൽ 37 റൺസ് വിട്ടുകൊടുത്ത ടീമാണ്. ഈ ഓവറിൽ ഒരു ബൗണ്ടറി മാത്രമാണ് വന്നത്. ഇതിന് വേണ്ടി 4ാമത്തെ ഓവർ ബൗൾ ചെയ്യാനെത്തിയിരിക്കുന്നു ആസിഫ്. സ്ട്രൈക്കിൽ ആരിഫ്. ഓപ്പണിംഗ് വിക്കറ്റ് കൂട്ടുകെട്ട് നല്ലൊരു പാർട്ട്ണർഷിപ്പ് പടുത്തുയർത്തുന്നു. 3 ഓവർ പിന്നിടുമ്പോൾ 43. ആദ്യ ബോൾ മനോഹരമായൊരു ബൗളിംഗ് ആസിഫിന്റെ. ഓഹോ, ഫുൾ ടോസ് ബോളാ. ഒരു മോശം ബോൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ആദ്യം നല്ലൊരു പന്തെറിഞ്ഞതിന് ശേഷം പിന്നീട് ഒരു ഫുൾ ടോസ് എറിയുന്നു. അതിൽ ആരിഫ് വളരെ ഈസി ആയി കൊണ്ട് ബൗണ്ടറി നേടുന്നു ലെജൻസിന് വേണ്ടി. ആസിഫിന്റെ വീണ്ടും നല്ലൊരു തിരിച്ചു ബോൾ. എന്തൊരു ഭംഗിയുള്ള പന്തുകളാണ് എറിയുന്നത്. ആസിഫ് വീണ്ടും നല്ലൊരു ബൗളിംഗ്. പക്ഷേ നല്ലൊരു ഷോട്ടായിരുന്നു. സ്ട്രൈറ്റിലൂടെ ഒരു സിംഗിൾ റൺ നേടുന്നു ജിയാസ്. ഓഹോ, നല്ലൊരു ഷോട്ട് സ്ട്രൈറ്റിലോട്ട്. ഫീൽഡർ പിറകെ 2 റണ്ണോടെ പൂർത്തിയാക്കുന്നു. കഴിഞ്ഞ 2 ഓവറുകളിൽ മാസ്റ്റേഴ്സ് വളരെ കൃത്യമായി പന്തെറിയുന്നു. ആസിഫിന്റെ അടുത്ത ബോൾ ലോ ഫുൾ ടോസ് ബോൾ. ചേഞ്ചർ ബോൾ കബളിപ്പിക്കപ്പെടുന്നു ബാറ്റർ. 5ാമത്തെ ഓവർ ബൗൾ ചെയ്യാനെത്തുന്നു മാസ്റ്റേഴ്സിന് വേണ്ടി റിഫാസ്. സ്ട്രൈക്കിൽ ലാരിഫ്. ആദ്യ ബോൾ. ഓഹോ, അടിച്ചെടുക്കുന്നു. ഫീൽഡർ സ്ലിപ്പിലുണ്ട്. മണിയേട്ടൻ ഫീൽഡ് ചെയ്യുന്നു. 5ാമത്തെ ഓവറിലേക്ക് മത്സരം വരുമ്പോൾ ഇതുവരെ ഒരു വിക്കറ്റ് നേടാനായിട്ടില്ല. ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് ലെജൻസിന് വേണ്ടി നല്ല സ്കോറുമായി മുന്നോട്ടടുത്ത ബോൾ. റിഫാസ് രക്ഷപ്പെട്ടു പോകുന്നു. കീപ്പർക്ക് വീണ്ടും നല്ലൊരു ബൗളിംഗ് റിഫാസ്. ലാരിഫിനെ പന്ത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. ലാരിഫ് ബാറ്റ് ചേഞ്ച് ചെയ്യുന്നു. അടുത്ത പന്തിൽ 6 നേടുമോ? ഓഫിലേക്ക് ഒരു ഷോട്ട്. ഫീൽഡർ നവാസ് ഉണ്ട്. നല്ലൊരു ഫീൽഡിങ്. ഒരു സിംഗിളോടെ പൂർത്തിയാക്കുന്നു ജിയാസ്. സ്ട്രൈക്കിൽ ലെജൻസ് 5 ഓവർ പിന്നിടുമ്പോൾ വിക്കറ്റ് നഷ്ടം കൂടാതെ 56 റൺസ് സ്ട്രൈക്ക് ചെയ്യുന്നു ലാരിഫ്. മാസ്റ്റേഴ്സിന് വേണ്ടി ബൗൾ ചെയ്യാനെത്തിയിരിക്കുന്നു വീണ്ടും സുജു. കഴിഞ്ഞ ഓവർ വളരെ ഭംഗിയായി പന്തെറിഞ്ഞ ബൗളറാണ് സുജു. സുജുവിന്റെ ഓവറിൽ ആദ്യ ബോൾ. ലാരിഫ് സ്ട്രൈറ്റിലോട്ടൊരു ഷോട്ട്. ഫീൽഡർ മുബാറക് ഉണ്ട് അവിടെ. ഫീൽഡ് ചെയ്യുന്നു. ഒരു സിംഗിൾ മാത്രമാണ് നേടാൻ സാധിക്കുന്നത്. സ്ട്രൈക്കിൽ ജിയാസ്. ജിയാസിന്റെ ബാറ്റിൽ നിന്ന് നല്ലൊരു ഷോട്ട് 6ലേക്ക്. കഴിഞ്ഞ ഓവറിൽ അദ്ദേഹത്തിന് ഒരു ലൈഫ് ലഭിച്ചിരുന്നു. അത് മുതലാക്കുന്നു. സുജുവിനെതിരെ ഒരു പടുകൂറ്റൻ 6 നേടുന്നു ജിയാസ്. അടുത്ത ബോൾ. വീണ്ടും ഒരു ഫുൾ ടോസ് ബോൾ. ഫീൽഡർ വിട്ടുകളയുന്നു റിഫാസ്. 2ാമത്തെ ലൈഫും ജിയാസിന് നിന്ന് ലഭിക്കുന്നു. ഓഹോ, നല്ലൊരു കംബാക്ക് ബൗളിംഗ്. സൂപ്പർ ബൗളിംഗുമായി സുജു തിരിച്ചു വരുന്നു. ഫീൽഡർ എത്തിപ്പിടിക്കാൻ കഴിയുന്നില്ല. ഓഹോ, അത് ഡബിളാക്കി മാറ്റുന്നു. സുജുവിനെതിരെ നല്ലൊരു ഷോട്ട് 6ലേക്ക്. ഫീൽഡർ ആസിഫ് കൈകളിൽ ഒതുക്കുന്നു. ജിയാസ് നല്ലൊരു ബാറ്റിംഗ് ആയിരുന്നു. പക്ഷേ 2 അവസരങ്ങൾ കിട്ടിയത് അദ്ദേഹത്തിന് മുതലാക്കാനായില്ല. സുജുവിന്റെ പന്തിൽ ഔട്ടായി പുറത്തേക്ക്. ജിയാസ് ഔട്ടായതിനു ശേഷം ന്യൂ ബാറ്റർ ആസിഫ് സ്ട്രൈക്കിലുണ്ട്. സ്ട്രൈക്കിൽ ആരിഫ്. ബൗൾ ചെയ്യാനെത്തുന്നു മാസ്റ്റേഴ്സിന് വേണ്ടി റിഫാസ്. മാസ്റ്റേഴ്സിന് വേണ്ടി കഴിഞ്ഞ ഓവർ വളരെ കൃത്യമായി പന്തെറിഞ്ഞിരുന്നു. ഓഹോ, ഒരു കട്ട് ഷോട്ട്. ഫീൽഡർ മണിയേട്ടൻ ഡബിളോടും. ലാരിഫ് ഇത് ലെജൻസിന് വേണ്ടി ഓപ്പണിംഗ് ഇറങ്ങി ഒരു 50 നേടുന്നു. അത്യുജ്വല ബാറ്റിംഗുമായി ലാരിഫ്. ഓഫിലേക്ക് ഒരു ഷോട്ട്. ഫീൽഡർ നവാസ് ഉണ്ട്. ഒരു സിംഗിൾ നേടുന്നു. സ്ട്രൈക്കിലെത്തുന്നു മിസ്റ്റർ ആസിഫ്. ഹെഡ്ജെടുക്കുന്നു.
ഒരു സിംഗിൾ. നല്ലൊരു ഫീൽഡിങ് മണിട്ടൻ. ഇന്നത്തെ മത്സരത്തിൽ വിജയത്തോടെ 2-0 ഒരു വിജയം നേടിക്കൊണ്ട് സീരീസ് പിടിക്കാനാണ് ലെജൻസിന്റെ പ്ലാനിങ് എന്ന് വേണം മനസ്സിലാക്കാൻ. ലാരി ഫത്തു ചില ബാറ്റിങ്ങുമായി ക്രീസിലുണ്ട്. 7 ഓവർ പിന്നിടുമ്പോൾ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 74. മുബാറക് ബൗൾ ചെയ്യുന്ന ആദ്യ പന്ത് ഒരു ഡോട്ട് ബോളിലാണ്. അപകടകാരിയായ ലാരിഫ് ഇപ്പോഴും ലെജൻസിന് വേണ്ടി ക്രീസിലുണ്ട്. ഒരു വൈഡ് ബോൾ. ബോൾ ഫീൽഡർ മുസ്തഫ വളരെ ഭംഗിയായി ഫീൽഡ് ചെയ്യുന്നു. ഒരു റൺഔട്ടിന് സാധ്യതയുണ്ടായിരുന്നു, പക്ഷേ ആസിഫ് ഓട്ടി ക്രീസിലെത്തുന്നു. ഒരു റിവേഴ്സ് ഷോട്ടിന് ശ്രമിക്കുന്നു, റൺ നേടാൻ സാധിക്കുന്നില്ല. ആസിഫ് ബായ് ലെഗ് സൈഡിലേക്ക് ഒരു ഷോട്ട്. ഫീൽഡർ ഉണ്ട്. ഒരു സിംഗിൾ നേടുന്നു. സ്ട്രൈക്കിലെത്തുന്നു ലാരിഫ. നല്ലൊരു മനോഹരമായ ബോളിംഗ്, ഡോട്ട് ബോളാ. ലാരിഫിനും ഇപ്പോൾ സ്കോർ കണ്ടെത്താൻ കഴിയുന്നില്ല. ലെജൻസ് പ്രഷറിലേക്ക് മാറുന്നു. സ്കോറിംഗ് പതുക്കെയാകുന്നു. അടുത്ത ബോൾ ഒരു കൂറ്റൻ ഷോട്ട്. പറഞ്ഞ തീരും മുന്നേ 6ലേക്ക്. ഫീൽഡർ ആസിഫ് നല്ലൊരു ക്യാച്ചുമായി രണ്ടാമത്തെ വിക്കറ്റ് നഷ്ടമാകുന്നു ലെജൻസിന്. 15 ഓവർ മത്സരമാണ്. 8 ഓവർ പിന്നിടുമ്പോൾ 2 വിക്കറ്റ് നഷ്ടത്തിൽ 80. ന്യൂ ബാറ്റർ സൈഫു. മാസ്റ്റേഴ്സിന് വേണ്ടി ബൗൾ ചെയ്യാനെത്തുന്നു നവാസ്. നവാസിന്റെ ആദ്യ ഓവറാണത്. 9ാമത്തെ ഓവറിൽ ആദ്യ ബോൾ നവാസിനെതിരെ ഒരു സിംഗിൾ നേടുന്നു. ആസിഫ് സ്ട്രൈക്കിലെത്തുന്നു സൈഫു. രണ്ടാമത്തെ ബോൾ സ്ട്രൈക്കിൽ സൈഫു. സ്ട്രൈറ്റിലേക്ക് ഒരു ഷോട്ട്, ഒരു ബൗണ്ടറി നേടുന്നു. മധ്യനിരയിൽ അതിവേഗം സ്കോർ ഉയർത്തുന്ന ഒരു ബാറ്ററാണ് സൈഫ്. നവാസിനെതിരെ അടുത്ത പന്ത് വീണ്ടും ഒരു കൂറ്റൻ ഷോട്ട് ശ്രമിക്കുന്നു. ഒരു ഔട്ടിന് അപ്പീലുണ്ട്. അമ്പയർ അനുവദിക്കുന്നില്ല. മനോഹരമായൊരു തിരിച്ചു വരവ്. നവാസ് ബോൾ ചെയ്യുന്നു. ഒരു വൈഡ് സിഗ്നൽ. അമ്പയർ ടെന്നീസ് ക്രിക്കറ്റിലെ നല്ലൊരു ബൗളറാണ് നവാസിനെതിരെ സൈഫ് നേടുന്നു കൂറ്റൻ 6. സൈഫ് സ്കോർ ഉയർത്തുന്നു അതിവേഗത്തിൽ ലെജൻസിന് വേണ്ടി. വീണ്ടും സ്ട്രൈറ്റിലോട്ടൊരു ഷോട്ട്. ഫീൽഡർ ഇത്തവണ സൈഫ് പിന്നെ പിഴയ്ക്കുന്നു. നല്ലൊരു ക്യാച്ചുമായി റിഫാസ്. ലെജൻസിന് സ്കോർ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ബാറ്റിംഗ് ലൈനപ്പിൽ ക്യാപ്റ്റൻ ഹരി ഒരു ചേഞ്ച് വരുത്തുന്നു. ഹാർഡ് ഹിറ്റർ ലെഫ്റ്റ് ഹാൻഡ് ബാറ്റർ സാദിഖ് സ്ട്രൈക്കിലെത്തുന്നു. ന്യൂ ബാറ്ററായി നവാസ് ആൻഡ് സാദിഖ്. നല്ലൊരു ബൗളിംഗ്. നവാസിന്റെ അത്യുജ്വല ബൗളിംഗ്. മാസ്റ്റേഴ്സിന് വേണ്ടി ബൗൾ ചെയ്യാനെത്തുന്നു ഫൈസി. സ്ട്രൈക്കിൽ ആസിഫ്. 10ാമത്തെ ഓവറിൽ ആദ്യ ബോൾ ഒരു ഡോട്ട് ബോൾ. 9 ഓവർ പിന്നിടുമ്പോൾ 3 വിക്കറ്റ് നഷ്ടത്തിൽ 92 റൺസാണ് ലെജൻസ് നേടിയിരിക്കുന്നത്. സ്ട്രൈക്കിൽ ആസിഫ്. 10ാമത്തെ ഓവറിലെ രണ്ടാമത്തെ ബോൾ ഒരു വൈഡ്. ഫൈസി ഒരു ഫുൾ ടോസ് ബോൾ റിട്ടേൺ ക്യാച്ച് മിസ്സായി പോകുന്നു. സിംഗിൾ നേടുന്നു. സ്ട്രൈക്കിലെത്തുന്നു സാദിഖ്. അവസാന ഓവറുകളിൽ കൂറ്റൻ അടികളിലൂടെ സ്കോർ ഉയർത്തുന്ന ഒരു ഹാർഡ് ഹിറ്റർ ബാറ്ററാണ് സാദിഖ്. പക്ഷേ ഇന്നോ സാദിഖിന് അത്തരം ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കുമോ? ഫൈസി അടുത്ത ബോൾ ഒരു ഡോട്ട് ബോൾ. ഓവറിലെ അടുത്ത ബോൾ സ്ട്രൈറ്റിലോട്ട് ഷോട്ട്. ഫീൽഡർ അവിടെ എത്തുന്നു റിഫാസ്. ഒരു സിംഗിൾ റൺ. ഓവറിലെ അടുത്ത ബോൾ ഒരു ലെഗ് ബൈ ഡോട്ട് ബോൾ. മത്സരത്തിൽ ആദ്യ മത്സരം വിജയിച്ച് നിൽക്കുന്ന ടീമാണ് ലെജൻസ്. പക്ഷേ സാധ്യത നിലനിർത്താൻ മാസ്റ്റേഴ്സിന് ജയം അനിവാര്യമാണ്. വീണ്ടും ഫൈസിയുടെ മനോഹരമായ ഒരു ബൗളിംഗ്. തുടരെ 2 ഡോട്ട് ബോളുകൾ. ഓവർ പിന്നിടുമ്പോൾ 3 വിക്കറ്റ് നഷ്ടത്തിൽ 96 റൺസാണ് മാസ്റ്റേഴ്സിന് വേണ്ടി. 11ാമത്തെ ഓവർ ബൗൾ ചെയ്യാനെത്തിയിരിക്കുന്നു ആസിഫ്. ലെജൻസിന് വേണ്ടി സ്ട്രൈക്കിൽ സാദിഖ്. ഓവറിലെ ആദ്യ ബോൾ ആസിഫിനെതിരെ ഒരു ഷോട്ട്. ഫീൽഡർ ഒരു സിംഗിൾ മാത്രമാണ് നേടാൻ സാധിക്കുന്നത്.
ലജൻസിന് ഇനി 5 ഓവർ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ പിച്ചിൽ യഥേഷ്ടം സ്കോർ വരുന്ന ഒരു പിച്ചാണ്, പക്ഷേ ആ ഒരു സ്കോറിങ് സാധ്യമാകുന്നില്ല. ആസിഫിന്റെ ഒരു കൂറ്റൻ ഷോട്ട്, റിഫാസ് വിട്ടുകളയുന്നൊരു അനായാസ ക്യാച്ച്. ആസിഫിനെതിരെ ഈ ഓവറിൽ സ്കോർ ഉയർത്താൻ സാദിഖിലൂടെ ലെജൻസിന് സാധിക്കുമോ? അടുത്ത ബോൾ ഓഫിലേക്ക് ഒരു മനോഹരമായ ഷോട്ട്. ഫീൽഡറുണ്ട്, ഫീൽഡറെയും മറികടന്നുകൊണ്ട് പന്ത് ബൗണ്ടറിയിലേക്ക്. ആസിഫ് അടുത്ത ബോൾ, സാദിഖ് സ്ട്രൈക്കിൽ, അങ്ങേലേക്ക് ഒരു കൂറ്റൻ ഷോട്ടുമായി സാദിഖ്. തുടരെ 2 ബൗണ്ടറികൾ നേടുന്നു ലജൻസിന് വേണ്ടി. സ്കോറിങ്ങിന് വേഗത കൂടുന്നു സാദിഖിന്റെ ബാറ്റിങ്ങിലൂടെ. ഒരു വൈഡ് സിഗ്നൽ അമ്പയർ ഒഴിവാക്കി വിടുന്നു സാദിഖ്. വീണ്ടും ഒരു കൂറ്റൻ ഷോട്ട് സ്ട്രൈറ്റിലോട്ട്. ഫീൽഡറെയും മറികടന്നുകൊണ്ട് പന്ത് ബൗണ്ടറിയിലേക്ക്. തുടരെ 2 ഫോറുകളും ഒരു 6ഉം നേടുന്നു ഈ ഓവറിൽ. അവസാന ബോൾ, വീണ്ടും അങ്ങ് ദൂരേക്ക് ഒരു 6 നേടുന്നു സാദിഖ് ലജൻസിന് വേണ്ടി. നല്ലൊരു ബാറ്റിംഗ് ആണ് ഈ ഓവറിൽ, നല്ലൊരു സ്കോറിംഗ് ആണ് സാദിഖ് ലജൻസിന് വേണ്ടി നടത്തിയത്. മത്സരം ആവേശത്തിലേക്ക്. 11 ഓവർ പിന്നിടുമ്പോൾ 3 വിക്കറ്റ് നഷ്ടത്തിൽ 119. ഇനി 4 ഓവറുകൾ ശേഷിക്കുന്നു. സ്ട്രൈക്കിൽ ആസിഫ. മാസ്റ്റേഴ്സിന് വേണ്ടി ബൗൾ ചെയ്യാനെത്തുന്നു നവാസ്. ഓവറിൽ ആദ്യ ബോൾ നവാസ്. നല്ലൊരു ഷോട്ട് സ്ട്രൈറ്റിൽ ഓഫിലേക്ക്. മുബാറക് ഫീൽഡ് ചെയ്യുന്ന ഒരു സിംഗിളിലൂടെ സ്ട്രൈക്ക് സാദിഖിലേക്ക് കൈമാറുന്നു. ടെന്നീസ് ക്രിക്കറ്റിൽ റെക്കോർഡിട്ടൊരു ബൗളറാണ് നവാസ്. 2 ഓവറിൽ 2 മേഡിനടക്കം 6 വിക്കറ്റുകൾ നേടി ഇന്നും തകർക്കപ്പെടാത്ത റെക്കോർഡിനുടമയാണ് നവാസ്. ആ നവാസ് പന്തെറിയുമ്പോൾ സാദിഖിന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും നമുക്ക് കാത്തിരിക്കാം. എഡിറ്റർ സാദിഖ് അവസാന ഓവറുകളിൽ സ്കോർ ഉയർത്തുന്ന 19,000 കടന്നുകൊണ്ട് ബാറ്റിംഗ് തുടരുന്ന സാദിഖ്. നവാസിന്റെ നല്ലൊരു ബൗളിംഗ് ആയിരുന്നു ഇത്തവണ. UAE ടെന്നീസ് ക്രിക്കറ്റിൽ തന്നെ ഏറ്റവും നല്ല ബൗളറും ഏറ്റവും നല്ല ബാറ്ററും തമ്മിലാണ് ഇപ്പോൾ പോരാട്ടം നടക്കുന്നത്. 20,000-ലേക്ക് റൺസ് നേടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന സാദിഖ്. സ്ട്രൈറ്റിലോട്ടൊരു ഷോട്ട്, ഫീൽഡർ വിട്ട് കളയുന്നു. ഒരു സിംഗിൾ നേടുന്നു. നല്ലൊരു ബൗളിംഗ് ആയിരുന്നു നവാസ്. സ്ട്രൈക്കിൽ ആസിഫ്. ഒരു ഫുൾ ടോസ് ബോൾ, വളരെ മോശം ബോൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒരു ബൗണ്ടറി നേടുന്നു. മോശം ഫീൽഡിങ്, മോശം ബൗളിംഗ്. ആസിഫ് നല്ലൊരു സ്കോർ ഉയർത്തുന്നു ബൗണ്ടറി നേടിക്കൊണ്ട് ലജൻസിന്. അടുത്ത പന്തിലും ബൗണ്ടറി നേടുമോ ആസിഫ്? നമുക്ക് കാത്തിരിക്കാം. ഒരു ഡോട്ട് ബോൾ, തിരിച്ചു വരവിന്റെ പാതയിൽ നവാസ്. ഓവറിൽ അവസാന ബോൾ, 6 നേടുമോ ആസിഫ്? പന്തിൽ കൂറ്റൻ ഷോട്ട് സ്ട്രൈറ്റിൽ. ഫീൽഡറുണ്ട്, ഫീൽഡർക്ക് മുകളിലൂടെ ആസിഫ്. ഓവർ നവാസിനെതിരെ 6 നേടുന്നു, 4 നേടുന്നു, സ്കോർ ഉയർത്തുന്നു ലജൻസിന് വേണ്ടി. മത്സരം ആവേശകരം. ശേഷിക്കുന്നത് 18 പന്തുകൾ. 12 ഓവർ പിന്നിടുമ്പോൾ 133 വിക്കറ്റ് നഷ്ടത്തിൽ. സ്ട്രൈക്കിൽ സാദിഖ്. ഫൈസിയുടെ ആദ്യ പന്ത്, ഒരു കൂറ്റൻ ഷോട്ട്, 4 നേടുന്നു സാദിഖ് ആദ്യ പന്തില്ല. ബെസ്റ്റ് ഓഫ് 3 മത്സരത്തിൽ ആദ്യം വിജയം നേടിക്കൊണ്ട് ലജൻസ് ലീഡിലാണ്. ഫൈസിയുടെ ബോൾ സ്ട്രൈറ്റിലിട്ടൊരു ഷോട്ട്, മോശം ഫീൽഡിങ്ങിലൂടെ വീണ്ടും ഒരു ബൗണ്ടറി വഴങ്ങുന്നു മാസ്റ്റേഴ്സ്. ഈ പരമ്പര സാധ്യത നിലനിർത്തണമെങ്കിൽ മാസ്റ്റേഴ്സിന് ഇന്ന് വിജയം അനിവാര്യമാണ്. എന്നാൽ ആധികാരികമായി ഇന്നത്തെ മത്സരം കൂടി വിജയിച്ച ലജൻസ് ഒരു വൈറ്റ് വാഷിനാണ് ശ്രമിക്കുന്നത്. ഒരു കൂറ്റൻ ഷോട്ട് സാദിഖിന്റെ ബാറ്റിൽ നിന്ന് പന്ത് ബൗണ്ടറിയിലേക്ക്. വീണ്ടും തുടരെ ബൗണ്ടറികൾ നേടുന്നു സാദിഖ്. നേരത്തെ പറഞ്ഞിരുന്നു അവസാന ഓവറുകളിൽ കൂറ്റൻ ഷോട്ടുകളിലൂടെ സ്കോർ ഉയർത്തുന്ന ഒരു ഹാർഡ് ഹിറ്ററാണ് സാദിഖ്. വീണ്ടും നേടുന്നു 6. ഫൈസിക്കെതിരെ തുടരെ ബൗണ്ടറികൾ നേടിക്കൊണ്ട് ലജൻസിന് നല്ലൊരു സ്കോറിലേക്ക് കൊണ്ടുപോകുന്നു സാദിഖ്. ഓവർ പിന്നിടുമ്പോൾ വെറും സ്കോർ ഉണ്ടായിരുന്നത് 92. ഒരു ഡോട്ട് ബോൾ, ഫൈസി തിരിച്ചു വരുന്നു നല്ലൊരു ബൗളിംഗുമായി. അടുത്ത ബോൾ, ക്ലീൻ ബൗൾഡ്. ഫൈസിയുടെ തന്ത്രപരമായ ബൗളിംഗിൽ സാദിഖിന്റെ വിക്കറ്റ് നഷ്ടമാകുന്നു ലജൻസിന്. പക്ഷേ അത്യുജ്വല ബാറ്റിംഗുമായാണ് കളം നിറഞ്ഞാടിയ ബാറ്ററാണ് സാദിഖ്.
5 സിക്സുകളും 3 ഫോറുകളും നേടിയിരുന്നു ലെജൻസിന് വേണ്ടി സാദിഖ്. 13 ഓവർ പിന്നിടുമ്പോൾ 4 വിക്കറ്റ് നഷ്ടത്തിൽ ലെജൻസ് നേടിയിരിക്കുന്ന 149 റൺസ്. ഇനി ശേഷിക്കുന്നത് 12 പന്തുകളാണ്. ന്യൂ ബാറ്ററായി നോൺ സ്ട്രൈക്കിലെത്തിയിരിക്കുന്നു ഹരി. ക്യാപ്റ്റൻ തന്നെ ബാറ്റ് എടുത്തിരിക്കുന്നു. അവസാന നിമിഷത്തിൽ സാദിഖ് ഔട്ടായതിന് ശേഷം സ്ട്രൈക്കിൽ ആസിഫ്. മാസ്റ്റേഴ്സിന് വേണ്ടി 14ാമത് ഓവർ ബൗൾ ചെയ്യാനെത്തുന്നു ആസിഫ്. ലെജൻസിന് വേണ്ടി സ്ട്രൈക്കിലുള്ളതും ആസിഫ്. ആദ്യ ബോൾ സ്ട്രൈറ്റിലോട്ട് ഉയർത്തടിക്കുന്നു ഫീൽഡർ നവാസ്. ഒരു സിംഗിൾ റൺ. ശക്തമായൊരു ബാറ്റിംഗ് നിരയുള്ള ടീമാണ് ലെജൻസ്. അവസാന നിമിഷത്തിലെത്തുന്നു സ്ട്രൈക്കിൽ ആഡിറ്റർ ഹരി. ക്യാപ്റ്റൻ ഇന്ന് ടീമിന് വേണ്ടി നല്ലൊരു ഇന്നിങ്സ് കളിക്കാൻ സാധിക്കുമോ? കുറഞ്ഞ പന്തുകളാണുള്ളത്. ആദ്യ പന്തിൽ തന്നെ ഒരു കൂറ്റൻ ഷോട്ടിലൂടെ 6 നേടുന്നു ഹരി. ബോൾ സ്ട്രൈറ്റിലോട്ട് ഒരു ഷോട്ട്. ഒരു സിംഗിൾ നേടുന്നു ആസിഫ്. ഓഹോ, ആസിഫിനെതിരെ ലെജൻസിന്റെ ബാറ്റർ ആസിഫ് ഒരു കുട്ടും 6 നേടുന്നു. എന്തൊരു ഷോട്ട് ഇത്! ലെജൻസിന്റെ ലെജൻഡ് താരം ആസിഫ് പതിയെ തുടങ്ങി. പിന്നീട് കൂറ്റൻ അടികളിലൂടെ ലെജൻസിന് വേണ്ടി ആസിഫ് സ്കോർ ഉയർത്തുന്നു. അടുത്ത ബോൾ വീണ്ടും ഒരു കൂറ്റൻ ഷോട്ട് ശ്രമിക്കുന്നു, പക്ഷെ എഡ്ജെടുക്കുന്നു. അനായാസ ക്യാച്ചിലൂടെ അബിയെടുത്ത ആസിഫ് പുറത്താകുന്നു. ഇനി ശേഷിക്കുന്നത് 8 പന്തുകളാണ്. ന്യൂ ബാറ്റർ നിസാർ 6 സ്കോർ ഉയർത്തുന്ന മറ്റൊരു ബാറ്റർ. ആദ്യ പന്ത് തന്നെ സ്ട്രൈറ്റിലോട്ട് ഒരു ഷോട്ട്. ഫീൽഡർ ഉണ്ട്. ഒരു സിംഗിൾ റൺ നേടുന്നു. ഓഹോ, ഡബിളിനൊരു ഗോൾ. 2 റണ്ണാക്കി മാറ്റുന്നത്. 14 ഓവർ പിന്നിടുമ്പോൾ 165 ലെജൻസ്. സ്ട്രൈക്കിലുള്ളത് ലെജൻസിന് വേണ്ടി ഹരി. അവസാന ഓവർ എറിയാനെത്തിയിരിക്കുന്നു ഇസ്ഹാക്കിന്റെ ആദ്യ ബോൾ. ഓഹോ, അങ്ങ് ദൂരേക്ക് ഒരു 6 പറത്തുന്നു ഹരി. അവസാന ഓവറാണ്. 2ാമത്തെ ബോൾ. നല്ലൊരു ബൗളിങ്ങിലൂടെ തിരിച്ചു വരുന്നു ഇസ്ഹാഖ്. സ്ട്രൈക്കിലെത്തുന്നു നിസാർ. ശേഷിക്കുന്നു 4 പന്തുകൾ സ്ട്രൈക്കിൽ. നിസാർ ഉയർത്തിയടിക്കുന്നു. ഫീൽഡർ സുജു. ഓഹോ, നല്ലൊരു ക്യാച്ച് എടുക്കുന്നു സുജു. നിർണായക ഘട്ടത്തില്ല. വിക്കറ്റ് നഷ്ടമാകുന്നു നിസാറിന്റെ. ആദ്യ പന്ത് 6 വഴങ്ങിയതിന് ശേഷം ഇസ്ഹാഖിന്റെ ശക്തമായ തിരിച്ചു വരവ് ബൗളിങ്ങിൽ. പക്ഷെ ന്യൂ ബാറ്ററായി ഗ്രീസിലെത്തിയിരിക്കുന്നത് ഹാർഡിറ്റർ നൈസാമാണ്. കാഠനടിക്കാരൻ എന്ന് പറയേണ്ടിയിരിക്കുന്നു. 4ാമത്തെ ബോൾ. നേരിട്ട് ആദ്യ പന്ത് ഒരു സിംഗിൾ മാത്രമാണ് നേടാൻ സാധിക്കുന്നത്. സ്ട്രൈക്കിലെത്തുന്നു ഹരി. 15 ഓവർ മത്സരത്തിൽ ശേഷിക്കുന്നത് 2 പന്തുകൾ. 2 പന്തുകളിലും ഹരി സിക്സറിന് പറത്തുമോ? നമുക്ക് കാത്തിരിക്കാം. അതോ ഇസ്ഹാഖിന്റെ ബൗളിങ്ങിൽ വിക്കറ്റ് എടുക്കുമോ? ഇസ്ഹാഖ്. ഓഹോ, ഒരു ലെഗ് സൈഡിലേക്ക് ഷോട്ട്. ഫീൽഡർ ഉണ്ട്. ഫീൽഡർക്കും എത്തിപ്പിടിക്കാൻ സാധ്യമാകുന്നില്ല. പന്ത് ബൗണ്ടറിയിലേക്ക്. ഓവറിൽ അവസാന ബോൾ. സ്ട്രൈക്കിൽ ഹരി. അവസാന ബോൾ അങ്ങകലേക്ക് 6 പറത്തുന്നു ഹരി. യാതൊരു ദാക്ഷിണ്യം കൂടാതെ ഇസ്ഹാഖിനെതിരെ ഓവറിൽ 2 പട്ടുകൂറ്റൻ 6 നേടിക്കൊണ്ട് ഹരി. മാസ്റ്റേഴ്സിന് വിജയലക്ഷ്യം 184. 15 ഓവർ മത്സരം. മാസ്റ്റേഴ്സിന് വേണ്ടി ഓപ്പണിംഗ് ഇറങ്ങിയിരിക്കുന്നു അഫ്സൽ ആൻഡ് മുസ്തഫ. ലെജൻസിന് വേണ്ടി ബൗൾ ചെയ്യാനെത്തുന്നു ഷാജി പാപ്പാൻ. ഓവറിലെ ആദ്യ ബോൾ. ഓഫിലേക്ക് ഒരു ഷോട്ട്. ഫീൽഡർ ലാരിഫ് സേവ് ചെയ്യുന്നു. ഡോട്ട് ബോൾ. 2ാമത്തെ ബോൾ. നല്ലൊരു ഷോട്ടായിരുന്നു. സിംഗിൾ മാത്രമാണ് നേടാൻ സാധിക്കുന്നത്. സ്ട്രൈക്കിലെത്തുന്നു മുസ്തഫ. കഴിഞ്ഞ പന്ത് ഒരു നോ ബോൾ ആയിരുന്നു. പിച്ചിന് പുറത്തായിരുന്നു പന്തെറിഞ്ഞത്. ഫ്രീ ഹിറ്റ് ബോൾ. ഓഹോ, ഒരു ഡൈവിംഗിലും രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല. പന്ത് ബൗണ്ടറിയിലേക്ക്. 2 റണ്ണോടെ പൂർത്തി.
ഓഹോ നല്ലൊരു യോർക്കർ ബോൾ, അതും അതിമനോഹരമായി ഡിഫെൻഡ് ചെയ്യുന്നു മുസ്തഫ. ഒരു സിംഗിൾ റൺ നേടുന്നു. അഫ്സൽ ലെഗ് സൈഡിലേക്ക് ഒരു ഷോട്ട് ഓഫ് ഫീൽഡർ നൈസാമ ഫീൽഡ് ചെയ്യുന്നു. ഒരു സിംഗിൾ മാത്രമാണ് നേടാനായത്. സ്ട്രൈക്കിൽ എത്തുന്നു മുസ്തഫ. പ്ലേയിൽ ഓഫിൽ 3 ഫീൽഡേഴ്സ് ഉണ്ട്. മുസ്തഫയുടെ സ്ട്രോങ് ഏരിയയാണ് ഓഫ്. ഓഹോ ലോങ് ഓഫിലേക്ക് ഒരു 4 നേടുന്നു മുസ്തഫ. നല്ലൊരു ബാറ്റിംഗ് പ്രകടനവുമായി മാസ്റ്റേഴ്സിന് വേണ്ടി. ലെജൻസിന് വേണ്ടി രണ്ടാമത്തെ ഓവർ ബൗൾ ചെയ്യാനെത്തുന്നു PR കണ്ണൻ. ആദ്യ ഓവർ പിന്നിടുമ്പോൾ വിക്കറ്റ് നഷ്ടം കൂടാതെ 10 റൺസ് നേടിയിരിക്കുന്നു മാസ്റ്റേഴ്സ്. മാസ്റ്റേഴ്സിന് വേണ്ടി സ്ട്രൈക്കിൽ അഫ്സൽ. ആദ്യ ബോൾ ഒരു സ്ലോ ബൗളറാണ് കണ്ണൻ. നല്ലൊരു ബൗളിംഗ്, ഡോട്ട് ബോൾ. അടുത്ത ബോൾ വീണ്ടും ഒരു ഡോട്ട് ബോൾ. ന്യൂ ബോളിലെ പവർ പ്ലേകളില് വളരെ കൃത്യമായി പന്തെറിയുന്ന ബൗളറാണ്. ഓഹോ ലെഗ് സൈഡിലേക്ക് ഒരു ഫുൾ ടോസ് ബോൾ ആയിരുന്നു. ബൗണ്ടറി നേടുന്നു അഫ്സൽ കണ്ണനെതിരെ. മാസ്റ്റേഴ്സിന് ഇനി വിജയം അനിവാര്യമാണ്. പരമ്പര സാധ്യത നിലനിർത്തണമെങ്കിൽ വിജയിച്ചേ പറ്റൂ. ഒരു സിംഗിൾ നേടുന്നു. ഓവറിൽ അടുത്ത ബോൾ കണ്ണൻ. ഒരു ഡോട്ട് ബോളാ. സ്ട്രൈക്കിൽ മുസ്തഫ. അടുത്ത ബോൾ വീണ്ടും കണ്ണന്റെ മനോഹരമായ ഒരു ബോളിംഗ്. തുടരെ 2 ഡോട്ട് ബോളുകൾ ലെജൻസിന് വേണ്ടി കണ്ണൻ. ഓഹോ ഒരു കൂറ്റനടിക്ക് ശ്രമിക്കുന്നു ഫീൽഡർ സാദിഖ്. വിട്ട് കളയുന്നു. ഒരു സിംഗിൾ റൺ. 2 ഓവർ പിന്നിടുമ്പോൾ വിക്കറ്റ് നഷ്ടം കൂടാതെ 17. ബൗൾ ചെയ്യുന്നു ഷാജി പാപ്പാൻ. ഒരു വൈഡ് ബോൾ. ഓഹോ ഓഫിലേക്ക് നല്ലൊരു ബൗണ്ടറി നേടുന്നു മുസ്തഫ. ഓഫ് സൈഡില അതിശക്തമായ ഷോട്ടുകൾ വായിക്കുന്നൊരു താരമാണ് മുസ്തഫ. വീണ്ടും പറഞ്ഞു തീരും മുന്നൊരു പട്ടുകൂറ്റൻ 6 നേടുന്നു ഷാജി പാപ്പാനെതിരെ. മാസ്റ്റേഴ്സിന് വേണ്ടി അത്യുച്ഛല ബാറ്റിംഗുമായി മുസ്തഫ. ഷാജി പാപ്പാൻ അടുത്ത ബോൾ വീണ്ടും ഒരു കൂറ്റനടിക്ക് ശ്രമിക്കുന്നു. ഫീൽഡർ ആസിഫ് എത്തുന്നു. വിട്ട് കളയുന്നു. വീണ്ടും ഒരു ലൈഫ് ലഭിക്കുന്നു മുസ്തഫയ്ക്കൊക്കെ. സ്ട്രൈക്കിൽ അഫ്സൽ. അഫ്സലിന്റെ ബാറ്റിൽ നിന്ന് ലെഗ് സൈഡിലേക്ക് ഒരു ഷോട്ട്. ഫീൽഡർ ഉണ്ട്. ഒരു സിംഗിൾ നേടുന്നു. സ്ട്രൈക്കിൽ എത്തുന്നു മുസ്തഫ. 5 ഓവറിൽ 184 വിജയലക്ഷ്യം. മാസ്റ്റേഴ്സിന് ഇന്ന് വിജയം അനിവാര്യമാണ്. പരമ്പരയുടെ സാധ്യത നിലനിർത്തണമെങ്കിൽ ആദ്യ മത്സരം ലെജൻസ് വിജയിച്ചിരുന്നു. ലെജൻസിന് വേണ്ടി ബൗൾ ചെയ്യുന്നു ഷാജി പാപ്പാൻ. മുസ്തഫ അടുത്ത ബോൾ. സ്ട്രൈറ്റിലോട്ട് ഫീൽഡർ ഉണ്ട്. പക്ഷേ ഫീൽഡർക്ക് മിസ്സായി പോകുന്നു. ഒരു സിംഗിൾ നേടുന്നു. രണ്ടാമത്തെ മത്സരവും വിജയിച്ചുകൊണ്ട് ആധിപത്യം പുലർത്താനാണ് ലെജൻസിന്റെ പദ്ധതി. പക്ഷേ അത് നടപ്പാകുമ്പോൾ അവിടെ നിസാം ഫീൽഡ് ചെയ്യുന്ന ഒരു സിംഗിൾ നേടുന്നു മാസ്റ്റേഴ്സ്. 3 ഓവർ പിന്നിടുമ്പോൾ വിക്കറ്റ് നഷ്ടം കൂടാതെ 32. മാസ്റ്റേഴ്സിന് വേണ്ടി സ്ട്രൈക്കിൽ അഫ്സൽ. ലെജൻസിന് വേണ്ടി ബൗൾ ചെയ്യാനെത്തുന്നു പയ്യോളിയുടെ രാജമാണിക്യം ഹാരിസ്. ആദ്യ ബോൾ. ഹാരിസിന്റെ ആദ്യ ബോൾ. ഒരു സിംഗിൾ. ഒരു റൺഔട്ടിന് സാധ്യതയുണ്ട്. അമ്പയറുടെ കോളിന് വെയിറ്റ് ചെയ്യുന്നു. ഹാരിസിന്റെ നല്ലൊരു ബൗളിംഗ് ആയിരുന്നു. റൺഔട്ടിന്റെ ഒരു അപ്പീലുണ്ടായിരുന്നു. അമ്പയർ അനുവദിച്ചില്ല. അടുത്ത ബോൾ. നല്ലൊരു ഷോട്ട്. ഹാരിസിനെതിരെ ഒരു 6 നേടുന്നു. ക്യാച്ച് എടുക്കുന്നു ബൗണ്ടറി ലൈനിൽ. നല്ലൊരു ബാറ്റിംഗ് ആയിരുന്നു മുസ്തഫ. പക്ഷേ അദ്ദേഹം ഔട്ടായി പുറത്തേക്ക്. സൈഫുവിന്റെ ഒരു അത്യുജ്വല ക്യാച്ചിലൂടെ ന്യൂ ബാറ്റർ പുതുശ്ശേരിയുടെ പുത്തൻ താരം ഇസ്ഹാഖ മാസ്റ്റേഴ്സിന് വേണ്ടി ആദ്യ ബോൾ. ഒരു സിംഗിൾ നേടുന്നു. സ്ട്രൈക്കിലെത്തുന്നു അഫ്സൽ. ഹാരിസിനെതിരെ അഫ്സൽ 6 നേടുമോ?
അഫ്സലിന്റെ ബാറ്റ് ടെക്ക് വെച്ച് നിശബ്ദമായി പോകുന്നു. ഒരു റൺഔട്ടിന് സാധ്യതയുണ്ട്. അനായാസ റൺഔട്ടിന് സാധ്യതയുണ്ടായിരുന്നു, പക്ഷേ ബോൾ കളക്ട് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അമ്പയർ ഔട്ട് അനുവദിച്ചിട്ടില്ല. അടുത്ത ബോൾ ഒരു ഡോട്ട് ബോൾ. ഹാരിസിന്റെ നല്ലൊരു ബൗളിംഗ്. ഓഹോ, അവസാനം ആ ബാറ്റ് ചലിച്ചു തുടങ്ങുന്നു. അഫ്സൽ ഹാരിസിനെതിരെ അവസാന പന്തിൽ ഒരു സിക്സർ നേടുന്നു. മാസ്റ്റേഴ്സ് 4 ഓവർ പിന്നിടുമ്പോൾ 40 റൺ, 1 വിക്കറ്റ് നഷ്ടത്തിൽ. 5ാമത്തെ ഓവർ ആദ്യ ബോൾ. കണ്ണൻ അഫ്സലിന്റെ ഒരു കൂറ്റൻ ഷോട്ട് ബൗണ്ടറിയിലേക്ക് 2 ഫീൽഡറെയും മറികടന്നുകൊണ്ട് ആദ്യ പന്തിൽ തന്നെ അഫ്സൽ ബൗണ്ടറി നേടുന്നു. കഴിഞ്ഞ ഓവറിലും ഇസ്ഹാഖിന്റെ ബാറ്റിൽ നിന്ന് നല്ലൊരു കണ്ണനെതിരെ ആദ്യ പന്തിൽ തന്നെ ബൗണ്ടറി നേടുന്നു ഇസ്ഹാഖ്. അടുത്ത ബോൾ വീണ്ടും ഒരു സിംഗിൾ റൺ. സ്ട്രൈക്കിലെത്തുന്നു അഫ്സൻ. പരമ്പരയിലെ സാധ്യത നിലനിർത്തണമെങ്കിൽ മാസ്റ്റേഴ്സിന് ഇന്ന് വിജയം അനിവാര്യമാണ്. കണ്ണനെതിരെ അടുത്ത പന്തിൽ അഫ്സൽ, പക്ഷേ ഒരു സിംഗിൾ മാത്രമാണ് നേടാനാകുന്നത്. ഒരു റൺ ഔട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു ഇസ്ഹാഖ്. ഷോട്ട് ഫീൽഡർ വിട്ടു കളയുന്നു. ഒരു സിംഗിൾ നേടുന്നു അഫ്സൽ. മാസ്റ്റേഴ്സിന് വേണ്ടി ഓപ്പണിംഗ് ഇറങ്ങിയതാണ്. ഓഹോ, അങ്ങ് ദൂരേക്ക് ലെഗ് സൈഡിലേക്ക് ഒരു കൂറ്റൻ സിക്സുമായി അഫ്സൽ കണ്ണനെതിരെ. നല്ലൊരു തിരിച്ചു വരവ്, നല്ലൊരു ബൗളിംഗ്, ഡോട്ട് ബോൾ. 184 വിജയലക്ഷ്യം. 5 ഓവർ പിന്നിടുമ്പോൾ 1 വിക്കറ്റ് നഷ്ടത്തിൽ 53. ലെജൻസിന് വേണ്ടി ബൗൾ ചെയ്യാനെത്തുന്നു നൈസാം. ഇനി 60 പന്തുകളിൽ വേണ്ടത് 131 റൺസാണ്. ഇന്ന് വിജയം അനിവാര്യമാണ് മാസ്റ്റേഴ്സിന് ഈ പരമ്പര സാധ്യത നിലനിർത്തണമെങ്കിൽ. ആദ്യ മത്സരം ലെജൻസുമായി തോറ്റതാണ്. എന്നാൽ ഇന്നത്തെ മത്സരവും ജയിച്ച് ആധികാരികമായി പരമ്പര നേടാനാണ് ലെജൻസിന്റെ തീരുമാനം. ആര് വിജയിക്കും ഈ വാശിയേറിയ മത്സരത്തിൽ നമുക്ക് കാത്തിരുന്ന് കാണാം. 6ാമത്തെ ഓവറിൽ ആദ്യ ബോൾ നൈസാം. ഇസ്ഹാഖ് ഔട്ടിന് വേണ്ടി ഒരു ശക്തമായ അപ്പീൽ. കീപ്പർ ജിയാസ് അപ്പീൽ ചെയ്യുന്നു. അമ്പയർ നവാസ് ഔട്ട് അനുവദിക്കുന്നില്ല. ശക്തമായ അപ്പീൽ. വീണ്ടും ഒരു വൈഡ് സിഗ്നൽ അമ്പയർ. നൈസാമിനെതിരെ ഒരു കൂട്ടൻ ഷോട്ടാണ്. ഫീൽഡർ 2 പേരോടിയെത്തുന്നു. സൈഫു നല്ലൊരു ക്യാച്ച് എടുക്കുന്നു. വീണ്ടും ഇന്ന് ബൗണ്ടറിയിൽ 2ാമത്തെ ക്യാച്ചാണ് സൈഫു എടുക്കുന്നത്. ന്യൂ ബാറ്റർ ഫൈസി. ആദ്യ ബോൾ ഒരു സിംഗിൾ നേടുന്നു. സ്ട്രൈക്കിലെത്തുന്നു അഫ്സൽ. നൈസാം ഈ ഓവർ വളരെ കൃത്യമായി പന്തെറിയുന്നു. ഒറ്റ ബൗണ്ടറി പോലും വഴങ്ങിയിട്ടില്ല അഫ്സലിന്റെ ഒരു വിക്കറ്റ് സാധ്യത. ഓഹോ, 2 ഫീൽഡേഴ്സും തമ്മിൽ ഒരു ആശയക്കുഴപ്പത്തിൽ ഒരു ക്യാച്ച് വിട്ട് കളയുന്നു. ഒരു സിംഗിൾ നേടുന്നു മാസ്റ്റേഴ്സ്. നല്ലൊരു ബൗളിംഗ് ആണെന്ന് പറയാതിരിക്കാൻ വയ്യ നൈസാമ. പക്ഷെ ഫീൽഡേഴ്സിന്റെ സപ്പോർട്ട് ലഭിക്കുന്നില്ല. ഒരു ഫുൾ ടോസ് ബോളിലാണ്. ഫീൽഡർ കണ്ണനുടെ ഒരു സിംഗിൾ നേടുന്നു. ഓവറിൽ അവസാന ബോൾ. ഫീൽഡർ കണ്ണനും എത്തിപ്പിടിക്കാൻ കഴിയുന്നില്ല. പന്ത് ബൗണ്ടറിയിലേക്ക് നന്നായി പന്തെറിഞ്ഞതാണ് നൈസാം. പക്ഷെ അവസാന ബോൾ ഒരു മോശം ബോളായിരുന്നു. ബൗണ്ടറി വഴങ്ങുന്നു. 6 ഓവർ പിന്നിടുമ്പോൾ 61 മാസ്റ്റേഴ്സ് നേടിയിരിക്കുന്നത്. 184 വിജയലക്ഷ്യം. ഹാരിസ് പയ്യോളെ ബൗൾ ചെയ്യുന്നു. ആദ്യ പന്ത് ഫൈസി ഓഫിലേക്ക് ഒരു കട്ട് ഷോട്ട്. 2 ഫീൽഡറുടെ ഗ്യാപ്പിലൂടെ ഒരു ബൗണ്ടറി നേടുന്നു. ക്രിക്കറ്റിലെ മനോഹരമായ ഒരു ഷോട്ട് ഫൈസി. ഹാരിസ് പയ്യോളെ. 2ാമത്തെ ബോൾ. സ്ട്രൈക്കിൽ ഫൈസി. ലെഗ് സൈഡിലേക്ക് ഒരു ഷോട്ട്. ഫീൽഡർ കണ്ണൻ ഓടിയെത്തുന്നു. ഒരു സിംഗിളാക്കി മാറ്റുന്നു. അഫ്സൽ സ്ട്രൈറ്റിലോട്ട് ഒരു ഷോട്ട്. ഫീൽഡർ സൈഫ് ഓടിയെത്തുന്നു. ഒരു സിംഗിൾ ഒതുക്കുന്നു. സ്ട്രൈക്കിൽ ഫൈസി.
ഹാരിസ് വളരെ കൃത്യമായി പന്തെറിയുന്നു. കഴിഞ്ഞ ഓവറും വളരെ ഭംഗിയായി ബൗൾ ചെയ്തിരുന്നു ലജൻസിന് വേണ്ടി. ഹാരിസിലൂടെ കള്ളി പിടിക്കുന്നു ലജൻസ്. സ്ട്രൈക്കിൽ ഫൈസി. ഒരു കൂട്ടൻ ഷോട്ട് ഫീൽഡറുണ്ട്. ഒരനായാസ ക്യാച്ച്. സാദിഖ. ഹാരിസ് കഴിഞ്ഞ ഓവറിലും വിക്കറ്റ് നേടിയിരുന്നു. തുടരെ 2 ഓവറുകളിൽ ഓരോ വിക്കറ്റ് നേടുന്നു ഹാരിസ്. മാസ്റ്റേഴ്സിന് വേണ്ടി ന്യൂ ബാറ്റർ മുബാറക്. നേരിട്ട് ആദ്യ പന്ത് തന്നെ ലോങ് ഓഫിലേക്ക് ഒരു കൂറ്റൻ ഷോട്ടിലൂടെ 6 നേടുന്നു മാസ്റ്റേഴ്സിന് വേണ്ടി. ആദ്യ പന്തിൽ തന്നെ വരവറിയിക്കുന്നു മുബു. ഹാരിസ് ഇതുവരെ കൃത്യമായി പന്തെറിഞ്ഞ ബൗളറാണ്. വീണ്ടും മുബു ഷോട്ട്. സ്ട്രൈറ്റിലോട്ടൊരു 6 നേടുന്നു. നേരിട്ട 2 പന്തുകളിൽ 2ഉം ബൗണ്ടറിക്ക് പുറത്തേക്ക് കടത്തുന്നു മുബു. 7 ഓവർ പിന്നിടുമ്പോൾ 79, 3 വിക്കറ്റ് നഷ്ടത്തിൽ. സ്ട്രൈക്കില്ല അഫ്സൽ. ഒരു സിംഗിൾ നേടുന്നു. സ്ട്രൈക്കിലെത്തുന്നു മുബാറക്. ലജൻസിന് വേണ്ടി ഫൗൾ ചെയ്യുന്നു ലാരിഫ്. സ്ട്രൈക്കിൽ മുബാറക് വീണ്ടും ലെഗ് സൈഡിലേക്ക് ഒരു കൂറ്റൻ 6. നേരിട്ട 3 പന്തുകളും 3ഉം 6ന് പറത്തുന്നു മുബു. അടുത്ത ബോൾ 184 പിച്ച് ലക്ഷ്യം. അതുകൊണ്ട് തന്നെ മുബാറക്കിന്റെ ബാറ്റിങ്ങിന് ചൂടറുന്നു. സൈഫ് ഫീൽഡറുണ്ട്. ചോരാത്ത കൈകളാണ്. ഓഹോ, സൈഫിനെയും മറികടന്നുകൊണ്ട് നേരിട്ട 4 പന്തുകളും 6ലേക്ക് മുബു. അമ്പക് മുബു. മത്സരത്തിന് ചൂട്ടുപിടിക്കുന്നു. മാസ്റ്റേഴ്സിന് വിജയം അനിവാര്യമാണ്. പരമ്പര സാധ്യത നിലനിർത്താൻ മുബുവിലൂടെ അത് സാധ്യമാകുമോ? കാത്തിരിക്കാം നമുക്ക്. ലാരിഫിന്റെ 2 പന്തുകളും തുടരെ 6 നേടിയിരുന്നു. വീണ്ടും ഒരു കൂറ്റൻ അടിക്ക് ശ്രമിക്കുന്നു ഫീൽഡർക്ക് മുകളിലൂടെ പന്ത്. 5 പന്തുകൾ നേരിട്ട് 5ഉം 6ന് പറത്തുന്നു. എന്തൊരു ബാറ്റിംഗ് ഇത്! അമ്പക് മുബു എന്ന് പറഞ്ഞുകൂടാ. മിന്നൽ മുബു, ഇടിവെട്ട്. ലാരിഫ് അടുത്ത ബോൾ. തിരിച്ചു വരുന്നു ലാരിഫ്. തുടരെ 3 6കൾ വഴങ്ങിയതിന് ശേഷം ഒരു സിംഗിൾ. സ്ട്രൈക്കിലെത്തുന്നു അഫ്സൽ. ഓവറിൽ അവസാന ബോൾ. സ്ട്രൈക്കിൽ അഫ്സൽ ഒരു സിംഗിൾ നേടുന്നു. ലോങ് ഓണിലേക്ക് ഫീൽഡർ സൈഫു. സ്ട്രൈക്കിലെത്തുന്നു മുബു. ഓവർ പൂർത്തിയാകുന്നു. 8 ഓവർ പിന്നിടുമ്പോൾ മാസ്റ്റേഴ്സ് 3 വിക്കറ്റ് നഷ്ടത്തിൽ 100. മുബാറക് ക്രീസിലെത്തിയതോടുകൂടി സ്കോറിങ്ങിന് വേഗത കൂടുന്നു. ബൗൾ ചെയ്യാനെത്തുന്നു സാദിഖ്. പേടിക്കേണ്ട ഒരു ബൗളറാണ്. സ്ട്രൈക്കിൽ അഫ്സൽ. സാദിഖിന്റെ ആദ്യ ബോൾ. ലെഗ് സൈഡിലേക്ക് ഒരു ഷോട്ട്. അഫ്സൽ അനായാസം ബൗണ്ടറി നേടുന്നു സാദിഖിനെതിരെ. സാദിഖിന്റെ ആദ്യ ബോളിൽ ബൗണ്ടറി നേടിയിരുന്നു. രണ്ടാമത്തൊന്ന് ഫുൾ ടോസ് ബോൾ. ലെഗ് സൈഡിലേക്ക് ഒരു ഷോട്ട്. 2 ഫീൽഡർക്ക് ഗ്യാപ്പിലൂടെ പന്ത് ബൗണ്ടറിയിലേക്ക്. തുടരെ 2 ഫോറുകൾ നേടുന്നു സാദിഖിന്റെ ബൗളിംഗിൽ അഫ്സൽ. 6 ഓവർ വരെ ആധിപത്യം ഉറപ്പിച്ച് കളിച്ച ലജൻസിനെ പിടിവിടുന്നു. നല്ലൊരു ബൗളിംഗ് സാദിഖിന്റെ. സാദിഖ് നല്ലൊരു ബൗളിംഗ്. ഒരു സിംഗിൾ റൺ. സ്ട്രൈക്കിലെത്തുന്നു മുബു. മുബാറക് സ്ട്രൈക്കില്ല. ബൗൾ ചെയ്തു സാദിഖിനെതിരെ ഒരു കൂട്ടൻ ഷോട്ടിന് ശ്രമിക്കുന്നു. സാദിഖ് തന്നെ ഒരു ക്യാച്ച് എടുക്കാൻ വേണ്ടി. ഹരിയും സാദിഖും കൂടി കൺഫ്യൂസ് ആയി പോകുന്നു. വിട്ട് കളയുന്നു. മുബാറക്കിന് ഒരു ലൈഫ് ലഭിക്കുന്നു. നിർണായക വിക്കറ്റാണ് വിട്ട് കളഞ്ഞത്. സാദിഖ് നല്ലൊരു ബൗളിംഗ് ആയിരുന്നു. പക്ഷേ ഒരു സിംഗിൾ നേടുന്നു സാദിഖ്. സ്ട്രൈക്കിൽ മുബു. സാദിഖിനെതിരെ നല്ലൊരു ഷോട്ട്. ഫീൽഡർ ഇത്തവണ കയ്യിൽ ഒതുക്കുന്നു. ലാരിഫ്. മുബാറക് അതിവേഗ 30യുമായി ഔട്ടായി പുറത്തേക്ക്. നല്ലൊരു ബാറ്റിംഗ് ആണ്. നേരിട്ട് ആദ്യ 5 പന്തുകളും 6ന് പറത്തിക്കൊണ്ടാണ് മുബാറക് ഔട്ടാകുന്നത്. സൈഫുവിന്റെ ആദ്യ ബോൾ. ലെഗ് സൈഡിലേക്ക് ഒരു ഷോട്ട്. ഫീൽഡറുണ്ട്. ഒരു സിംഗിൾ നേടുന്നു. സ്ട്രൈക്കിൽ അബി. 35 പന്തുകളിൽ വേണ്ടത് 72 റൺസാണ്.
ബൗൾ ചെയ്യുന്നു സൈഫുവിന്റെ നല്ലൊരു ബൗളിംഗ്. സൈഫു ഒരു ഡോട്ട് ബോൾ. വീണ്ടും സൈഫുവിന്റെ മനോഹരമായ ബൗളിംഗ്. അബിക്ക് കണക്ഷൻ ലഭിക്കുന്നില്ല. തുടരെ 2 ഡോട്ട് ബോളുകൾ. സൈഫു ബൗൾ ചെയ്യുന്നു. സൈഫുവിനെതിരെ ഓഫിലേക്ക് നല്ലൊരു ബ്യൂട്ടി ഷോട്ട്. 2 ഡോട്ട് ബോളുകൾക്ക് ശേഷം ഒരു ബൗണ്ടറിയിലൂടെ തിരിച്ചു വരുന്നു അബി. സൈഫുവിന്റെ അടുത്ത ബോൾ സ്ട്രൈറ്റിലോട്ട് ഒരു ഷോട്ട്. ഫീൽഡർ ഹരി ഒരു സിംഗിൾ. അവസാന ബോളിൽ അഫ്സൽ 6 നേടുമോ? സൈഫുവിനെതിരെ സ്ട്രൈറ്റിലോട്ട് ഒരു ഷോട്ട്. ഫീൽഡർ കണ്ണൻ ഹരി ഫീൽഡ് ചെയ്യുന്നു. ഒരു സിംഗിൾ ഒതുക്കുന്നു. നല്ലൊരു ഫീൽഡിങ് ഹരി. മത്സരം ചൂട്ടുപിടിക്കുന്നു. ഇനി ശേഷിക്കുന്നത് 30 പന്തുകൾ. വേണ്ടത് 66 റൺസ്. ലെജൻസിന് വേണ്ടി ബൗൾ ചെയ്യാനെത്തുന്നു സാദിഖ് കഴിഞ്ഞ ഓവറിൽ മുബാറക്കിനെ ഔട്ടാക്കിയിരുന്നു. 66 റൺസാണ് വേണ്ടത്. ഇരു ടീമുകൾക്കും വിജയ സാധ്യതയുണ്ട്. മാസ്റ്റേഴ്സിന് ഇന്ന് വിജയം അനിവാര്യമാണ്. സാദിഖിന്റെ ആദ്യ ബോൾ ലോങ് ഓഫിലേക്ക് ഒരു ഷോട്ട്. ഫീൽഡർ ലാരിഫിന്റെ കൈകളിൽ. വീണ്ടും സാദിഖ് വിക്കറ്റ് എടുക്കുന്നു. ലെജൻസിന് വേണ്ടി ആധിപത്യം ഉറപ്പിക്കുന്നു സാദിഖിന്റെ ബൗളിംഗ്. അഫ്സൽ ഓപ്പണിംഗ് ഇറങ്ങിയതാണ്. നല്ലൊരു ബാറ്റിംഗ് പ്രകടനം മാസ്റ്റേഴ്സിന് വേണ്ടി. പക്ഷേ നിർണായക സമയത്ത് വിക്കറ്റ് നഷ്ടമാകുന്നു. നിർണായകമായ കളികൾ, കൈവിട്ടു പോകുന്ന കളികൾ തിരിച്ചു പിടിക്കുന്ന ഒരു ബൗളർ തന്നെയാണ് സാദിഖ്. കഴിഞ്ഞ ACL ഫൈനലിൽ അത് തെളിയിച്ചതാണ് എനർജി 11-നെതിരെ. ആ ഒരു ബൗളിംഗ് പ്രകടനം ഇവിടെയും ആവർത്തിക്കുന്നു. പക്ഷേ അടുത്ത പന്ത് മനോഹരമായ പന്ത് ബൗണ്ടറിയിലേക്ക് നേരിട്ട്. ആദ്യ പന്ത് തന്നെ സുജു ബൗണ്ടറി നേടുന്നു സാദിഖിനെതിരെ മാസ്റ്റേഴ്സിന് വേണ്ടി. ബോൾ ഒരു ഡോട്ട് ബോൾ. മത്സരം ചൂട്ടുപിടിക്കുന്നു. ആവേശം നിറയുന്നു. മാസ്റ്റേഴ്സിന് വിജയം അനിവാര്യമാണ്. സാദിഖിന്റെ അടുത്ത ബോൾ സ്ട്രൈറ്റിലേക്ക് ഡോട്ട് ബോൾ. കൈവിട്ടു പോകുന്ന കളി. സാദിഖിന്റെ ബൗളിംഗിലൂടെ ലെജൻസ് തിരിച്ചു പിടിക്കുന്നു. സ്ട്രൈക്കിൽ സുജു. ഒരു കുറ്റൻ ഷോട്ട്. ഫീൽഡർ സൈഫുവിനും എത്തിപ്പിടിക്കാൻ സാധിക്കുന്നില്ല. പന്ത് 6ലേക്ക്. സുജു നല്ലൊരു ബാറ്റിംഗ് ആണ്. 2 ഡോട്ട് ബോളുകൾക്ക് ശേഷം ഒരു 6 നേടുന്നു. ഈ ഓവറിൽ 5 പന്തുകളിൽ 10 റൺ വന്നിരിക്കുന്നു. ഇനി 25 പന്തിൽ 56. ലാസ്റ്റ് ബോൾ ഒരു സിംഗിൾ നേടുന്നു. കളി ആവേശത്തിലേക്ക്. 24 പന്തുകളിൽ വേണ്ടത് 55 റൺസ്. മാസ്റ്റേഴ്സിന് വേണ്ടി സ്ട്രൈക്കിൽ സുജു, നോൺ സ്ട്രൈക്കിൽ അബി. ആദ്യ മത്സരം വിജയിച്ചത് ലെജൻസ് ആണ്. പരമ്പര സാധ്യത നിലനിർത്തണമെങ്കിൽ മാസ്റ്റേഴ്സിന് ഇന്ന് വിജയം അനിവാര്യമാണ്. എന്നാൽ ഈ മത്സരവും വിജയിച്ച് ആധികാരികമായി പരമ്പര നേടാനാണ് ലെജൻസ് ശ്രമിക്കുന്നത്. ആര് നേടും ഈ പരമ്പര, ആര് വിജയിക്കും ഈ മത്സരം, നമുക്ക് കാത്തിരിക്കാം. ശേഷിക്കുന്നത് പന്തുകൾ 24. വേണ്ടത് 55 റൺസ്. സ്ട്രൈക്കിൽ സുജു. സൈഫു പന്തെറിയുന്നു. ആദ്യ ബോൾ സുജുവിന്റെ ബാറ്റിൽ നിന്ന് ലോങ് ഓഫിലേക്ക് ഒരു പട്ടിക്കൂറ്റൻ 6 നിർണായക സമയത്ത് നേടുന്നു മാസ്റ്റേഴ്സിന് വേണ്ടി. സൈഫുവിന്റെ അടുത്ത പന്തും 6 പറത്തുമോ സുജു, നമുക്ക് കാത്തിരിക്കാം. സൈഫു നല്ലൊരു ബൗളിംഗ് ആണ്. ഫീൽഡർ ലാരിഫിന്റെ കൈകളിലേക്ക് നല്ലൊരു ക്യാച്ചിലൂടെ ലാരിഫ് രണ്ടാമതൊരു ക്യാച്ചാണ് ബൗണ്ടറിയിൽ. സുജു ഒരു 6 നേടിയതിന് ശേഷം രണ്ടാമത്തെ പന്തിൽ ഔട്ടാകുന്നു. ആവേശം നിറയുന്നു മത്സരത്തിന്. ഇഞ്ചോടിഞ്ച് പോരാട്ടം. ഒരു 6 നേടുമ്പോൾ അടുത്ത പന്തിൽ വിക്കറ്റ് എടുക്കുന്നു. എന്തൊരു ക്രിക്കറ്റ്, എന്തൊരു മത്സരം ഇത്. ലെഫ്റ്റ് ഹാൻഡ് ബാറ്റർ സീനാനെത്തുന്നു മാസ്റ്റേഴ്സിന് വേണ്ടി. മത്സരത്തിന് ആവേശം കൂടുന്നു. സ്ട്രൈക്കിലെത്തുന്നു ന്യൂ ബാറ്റർ സീനാണ്. നല്ലൊരു ബൗളിംഗ്. പക്ഷേ വൈഡ് സിംഗർ അമ്പയർ. സൈഫുവിന്റെ ഓവറിലെ മൂന്നാമത്തെ ബോൾ സ്ട്രൈറ്റിലേക്ക് ഒരു ഷോട്ട്. ഫീൽഡർ ഉണ്ട്. ഒരു സിംഗിൾ നേടുന്നു. സ്ട്രൈക്കിലെത്തുന്നു അബിക്ക് കുറച്ചു നേരത്തേക്ക് സ്ട്രൈക്ക് ലഭിച്ചിരുന്നില്ല. ഒരു ഹാർഡ് ഹിറ്റർ ബാറ്ററാണ് അബി. ഇനി അബിയിലാണ് മാസ്റ്റേഴ്സിന്റെ സകല പ്രതീക്ഷകളും. പരമ്പര നേടണമെങ്കിൽ, സാധ്യത നിലനിർത്തണമെങ്കിൽ ഇന്നത്തെ വിജയം അനിവാര്യമാണ്.
18-ാം നമ്പറുകാരന് ആ ഒരു സാധ്യത നിലനിർത്താൻ സാധിക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. സൈഫുവിന്റെ അടുത്ത പന്തിലത് അങ്ങകലേക്ക് ഒരു കൂറ്റൻ 6 നേടുന്നു. ടീമിന് അനിവാര്യമായ സമയത്ത് അനിവാര്യമായ 6 നേടുന്നു അഭി. അടുത്ത ബോൾ നല്ലൊരു ബൗളിങ്ങിലൂടെ തിരിച്ചു വരുന്നു സൈഫ്. ഒരു സിംഗിൾ നേടുന്നു. സ്ട്രൈക്കിലെത്തുന്നു സിനാൻ. 19 ബോളുകളിൽ വേണ്ടത് 40 റണ്ണാണ്. ഓവറിൽ അവസാന ബോൾ സ്ട്രൈക്കിൽ സിനാൻ. അടിച്ചെടുത്ത് പന്ത് ബൗണ്ടറിയിലേക്ക്. ഫീൽഡർ പിറകെ. ആസിഫ് ഫീൽഡ് ചെയ്യുന്നു. 2 റൺ ഓടി പൂർത്തിയാക്കുന്നു. ആവേശമുയരുന്നു ഈ മത്സരത്തിൽ. 18 പന്തുകൾ വേണ്ടത് 38 റൺസ്. സ്ട്രൈക്കിൽ അബി. ബൗൾ ചെയ്യുന്നു ലജൻസിന് വേണ്ടി ലാരിഫിന്റെ ആദ്യ ബോൾ. ഒരു സിംഗിൾ നേടുന്നു. ഹരി ഫീൽഡ് ചെയ്യുന്നു. ലെഫ്റ്റ് ഹാൻഡ് ബാറ്റർ സിനാന് ലാരിഫിന്റെ പന്തിൽ 6 നേടാൻ സാധിക്കുമോ? വേണ്ടത് 37 റൺസാണ് 17 പന്തിൽ. ഒരു ഡോട്ട് ബോൾ കീപ്പ് ചെയ്യുന്നു ഷാജി പാപ്പാൻ. ലാരിഫ് 2 പന്തുകളിൽ വിട്ടുകൊടുത്തത് റൺ മാത്രമാണ്. സ്ട്രൈക്കിൽ സിനാൻ. ഒരു വൈഡ് സിഗ്നൽ അമ്പയർ. ലാരിഫ് ബൗൾ ചെയ്യുന്നു ലജൻസിന് വേണ്ടി. മാസ്റ്റേഴ്സിന് വേണ്ടി 6 നേടുമോ സിനാൻ? ഒരു ഡോട്ട് ബോൾ. അമ്പയർ സിഗ്നൽ വൈഡ്. മത്സരം ആവേശത്തിലേക്ക്. സിനാൻ വീണ്ടും ഒരു ഡോട്ട് ബോൾ. പ്രഷർ ആവേശം നിറയുന്നു മത്സരത്തിന്. ഒരു ഫുൾ ടോസ് ബോൾ. ഒരു സിംഗിൾ നേടുന്നു. സ്ട്രൈക്കിലെത്തുന്നു അബി. ഇനി ഓവറിൽ ശേഷിക്കുന്നത് 2 പന്തുകളാണ്. സ്ട്രൈക്കിലെത്തിയിരിക്കുന്നു അബി. ആവേശം നിറയുന്നു മത്സരത്തിന്. അബി സ്ട്രൈക്കിൽ. ഉയർത്തിയടിക്കുന്നു. ഒരു അനായാസ ക്യാച്ച് കീപ്പറുടെ കൈകളിലേക്ക്. ഷാജി പാപ്പാൻ പിടിച്ച് അബി പുറത്താകുന്നു. ലാരിഫിന്റെ ബൗളിംഗിൽ ലെജൻസ് തിരിച്ചു വന്ന ഒരു ഓവറാണിത്. ലാരിഫ് ഓവറിൽ അവസാന ബോൾ. ലാരിഫിന്റെ കൃത്യതയാർന്ന ബൗളിംഗിൽ കളി വിട്ടു പോകുന്നു മാസ്റ്റേഴ്സിന്. ന്യൂ ബാറ്റർ ആസിഫ്. ആദ്യ മത്സരം വിജയിച്ച് ആധിപത്യം ഉറപ്പിച്ച ടീമാണ് ലെജൻസ്. മാസ്റ്റേഴ്സിന് ഇന്ന് വിജയം അനിവാര്യമാണ് പരമ്പര സാധ്യത നിലനിർത്താൻ. പക്ഷെ ഇത് സാധിക്കുമോ? ലാരിഫിന്റെ അവസാന ബോൾ. ഫീൽഡറുണ്ട്. ഒരു സിംഗിൾ നേടുന്നു. ഇനി വേണ്ടത് 12 പന്തുകളിൽ 33. ആവേശം നിറയുന്നു മത്സരത്തിന്. ലെജൻസ് വിജയിക്കുമോ? മാസ്റ്റേഴ്സ് വിജയിക്കുമോ? കാത്തിരുന്ന് കാണാം. ലെജൻസിന് വേണ്ടി ബൗൾ ചെയ്യുന്നു സാദിക. സ്ട്രൈക്കിൽ ആസിഫ്. ആദ്യ പന്ത്. ഒരു സിംഗിൾ മാത്രമാണ് നേടാനാകുന്നത്. ആര് നേടും? കാത്തിരുന്ന് കാണാം. ആവേശം നിറയുന്ന മറ്റൊരു മത്സരം നമ്മിലേക്ക്. സിനാൻ അടുത്ത പന്തേല. ഒരു സിംഗിൾ മാത്രമാണ് നേടാൻ സാധിക്കുന്നത്. സ്ട്രൈക്കിലെത്തുന്നു ആസിഫ്. ഓവറില്ല അടുത്ത ബോൾ. നല്ലൊരു ബൗളിംഗ്. സാദിഖിന്റെ ശക്തമായ ബൗളിംഗിൽ ഒരു ഔട്ടിന് വേണ്ടി അപ്പീൽ ചെയ്യുന്നു. കഴിഞ്ഞ ബോളിൽ ശക്തമായ അപ്പീൽ അതിജീവിച്ചുകൊണ്ട് ആസിഫ് സാദിഖിനെതിരെ 6 നേടുമോ? ഫീൽഡർ സൈഫ്. നല്ലൊരു ഫീൽഡിംഗ് ആണെന്ന് സൈഫ് ബൗണ്ടറിയിൽ കാഴ്ചവെക്കുന്നത്. ഒരു സിംഗിൾ മാത്രമാണ് വിട്ടുകൊടുത്തത്. സ്ട്രൈക്കിലെത്തുന്നു സിനാൻ. കളി പിടിക്കുന്നു ലെജൻസ്. ആധിപത്യം ഉറപ്പിക്കുന്നു. കൈവിട്ടുപോയ കളിയാണ് സാദിഖിന്റെയും ലാരിഫിന്റെയും ബൗളിങ്ങിലൂടെ ലെജൻസ് തിരിച്ചു പിടിക്കുന്നത്. സിനാൻ ഒരു ബൗണ്ടറി നേടാൻ ഈ ബോളിൽ സാധിക്കുമോ? സാദിഖിന്റെ കൃത്യതയാർന്ന ബൗളിംഗിന് മുന്നിൽ വീണുപോകുന്നു മാസ്റ്റേഴ്സ്. ആവേശം വിജയം ഉറപ്പിക്കുന്നു ലെജൻസിന്റെ താരങ്ങൾ. ആവേശം വിജയം ഉറപ്പിച്ചൊരാവേശമാണ്.
സാദിഖിന്റെ അടുത്ത ബോൾ വിട്ടുകൊടുക്കില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ട് ആസിഫിന്റെ ഒരു ഷോട്ട് സ്ട്രൈറ്റിലോട്ട് ഫീൽഡർ കാണാൻ ഒരു സിംഗിൾ നേടുന്നു. അവസാന ഓവർ വിജയിക്കാൻ 27 റൺസ് വേണം. നിർണായക ഓവറാണ്. ആര് ബൗൾ ചെയ്യുമെന്നുള്ള ചർച്ചയാണ് നടക്കുന്നത്. ക്യാപ്റ്റൻ ഹരിയും നിസാർ നിർണായക ഓവർ അറിയാനെത്തുന്നു. നിസാർ ക്രൂഷ്യൽ ഓവറാണിത്. മത്സരം പിടിക്കേണ്ട ഓവർ തന്നെയാണിത്. മാസ്റ്റേഴ്സിന് ഇന്ന് വിജയം അനിവാര്യമാണ്. 5 6 നേടിക്കൊണ്ട് ആസിഫ് കളി വിജയിപ്പിക്കുമോ? ആദ്യ പന്ത് ഫീൽഡറുണ്ട്, ഒരു റൺ ഔട്ട്. ആദ്യ പന്തിൽ തന്നെ വിക്കറ്റ് നഷ്ടമാകുന്നു. അവസാന ബോൾ വരെ ആവേശം കൊണ്ടുപോകുമോ? നമുക്ക് കാത്തിരിക്കാം. നിസാർ ബൗൾ ചെയ്യുന്നു. ആദ്യ ബോളിൽ ഒരു റൺ ഔട്ട് ലഭിച്ചിരുന്നു. ഇനി ശേഷിക്കുന്നത് 5 പന്തുകളോ. സിനാൻ പക്ഷേ റൺ ഒരു സിംഗിൾ മാത്രമാണ് ലഭിക്കുന്നത്. ഒറ്റ ബൗണ്ടറി പോലും നേടാൻ സാധിക്കുന്നില്ല സിനാൻ ഇന്നത്തെ ബാറ്റിംഗിൽ. ന്യൂ ബാറ്റർ നവാസ് റൈറ്റ് ഹാൻഡ് ബാറ്ററാണ്. ബൗളിംഗിൽ ലെഫ്റ്റ് ഹാൻഡ് ബൗളർ ആണെങ്കിലും ബാറ്റിംഗില് റൈറ്റ് ഹാൻഡ് ആണ്. ആദ്യ പന്ത് വീണ്ടും ഒരു റൺ ഔട്ട്. നിസാറിന്റെ അത്യുജ്വല ബൗളിംഗിൽ ലെജൻസ് കളി പിടിക്കുന്നു. സിനാൻ സ്ട്രൈറ്റിലേക്ക് ഒരു ഷോട്ട്, ഒരു ബൗണ്ടറി നേടുന്നു. പക്ഷെ വൈകി പോയിരിക്കുന്നു സിനാന്റെ ബൗണ്ടറി. ശേഷിക്കുന്ന പന്തുകൾ സിക്സുകൾ നേടിക്കൊണ്ട് സിനാൻ പറഞ്ഞു തീരും മുന്നേ ഓപ്പിലേക്ക് ഒരു 6 നേടുന്നു മാസ്റ്റേഴ്സിന് വേണ്ടി. അവസാന ബോൾ ലെജൻസ് പരമ്പര നേടുന്നു. ആഘോഷം തുടങ്ങി കഴിഞ്ഞു. ലെജൻസ് 2-0 മത്സ പരമ്പര നേടുന്നു. ലെജൻസിന്റെ ആഘോഷമാണ് ഇവിടെ നടക്കുന്നത്. കൈവിട്ടു പോകുമെന്ന് തോന്നിച്ച മത്സരമാണ്. പക്ഷേ ലാരിഫിന്റെയും സാദിഖിന്റെയും ബൗളിങ്ങിലൂടെ അവസാന ഓവർ എറിഞ്ഞ നിസാറിന്റെയും ബൗളിങ്ങിലൂടെ തിരിച്ചു പിടിക്കുന്നു ലെജൻസ്. മുബാറക്കിന്റെ ബാറ്റിംഗിലൂടെ പ്രതീക്ഷയിൽ വന്നതാണ് മാസ്റ്റേഴ്സ്. പക്ഷേ മുബാറക്ക് ഔട്ടായതിന് ശേഷം കൈവിട്ടു പോകുന്നു മത്സരം. സൈഫ് ബൗണ്ടറിയിൽ നല്ല ഒരു ഫീൽഡിംഗ് ആയിരുന്നു. പരമ്പര നേടി ആഘോഷമാണ് ഇവിടെ നടക്കുന്നത്. ലെജൻസ് പേരിന് അനർത്ഥമാക്കിക്കൊണ്ട് കളി വിജയിക്കുന്നു ലെജൻസ്.